ശ്രീകൃഷ്ണ പരുന്ത് അതൊരു മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമയാണ്. പി തമ്പി എന്ന നോവലിസ്റ്റിൻ്റെ ഒരു നോവലാണ് പിന്നീട് സിനിമയാക്കിയത്. അന്നാണെങ്കിലും ഇന്നാണെങ്കിലും മലയാളത്തിൽ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരു സിനിമയാണിത്. ഇതേപോലത്തെ ജോൺറയിൽ ഇതിനേക്കാളും നല്ലൊരു സിനിമ മലയാളത്തിൽ കണ്ടുപിടിക്കാൻ വളരെ പാടാണ്. ഇന്ന് അതിൻ്റെ ഒരു സ്റ്റോറിയാണ് നിങ്ങളോട് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാൽ കഥയിലോട്ട് കടക്കാം. ഈ കഥ തുടങ്ങുന്നത് ഒരു വലിയ ചുറ്റമ്പലത്തിൻ്റെ അടുത്ത് നിന്നാണ്. അതൊരു കുടുംബക്ഷേത്രമായിരുന്നു. അവിടെ ഒരു സ്ത്രീ ഒരു പുറത്തുള്ള ഒരു മൂർത്തിയെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു പരുന്ത് അവരെ ആക്രമിക്കുന്നു. അവർ വല്ലാതെ ഭയപ്പെട്ടു. അവർക്ക് മനസ്സിലാകുന്നില്ല ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. എന്നാൽ കുറച്ചൊന്ന് ശല്യപ്പെടുത്തിക്കഴിഞ്ഞ് ആ പരുന്ത് അവിടെ നിന്ന് മുകളിലോട്ട് പറന്നു കയറി. അപ്പോഴാണ് അവർക്കൊന്ന് ആശ്വാസമായത്. അപ്പോഴാണ് അവർ ആശ്വാസത്തോടെ ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ചത്. അവർ കുറച്ച് പ്രായമുള്ള സ്ത്രീയായിരുന്നു. എന്നാൽ കാണാൻ നല്ല ദൈവികത്വവും ഐശ്വര്യവും നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു സ്ത്രീയായിരുന്നു. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ഒരാൾ ഓടി വന്നു. അദ്ദേഹവും കുറച്ച് പ്രായമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം അവരോട് ചോദിച്ചു, നീ എന്താ നിലവിളിച്ചതെന്ന്. അവർ മറുപടി പറഞ്ഞു, അത് ഒരു പരുന്ത് എന്നെ ശല്യപ്പെടുത്തിയതാണെന്ന്. അദ്ദേഹം ഒന്ന് ചുറ്റും നോക്കി. എന്നിട്ട് മനസ്സിൽ എന്തോ കൂട്ടിക്കുറച്ച് അവരോട് ഒരു കാര്യം പറഞ്ഞു. അത് കൃഷ്ണപ്പരുന്തായിരുന്നു എന്ന്, അവരുടെ കുലദൈവം. അദ്ദേഹം പറഞ്ഞത് കേട്ട് അവരൊന്ന് ഞെട്ടി. അദ്ദേഹം തൻ്റെ അനിയത്തിയോട് പറഞ്ഞു, അത് അവരുടെ കുലദൈവമായ ഗരുഡ ഭഗവാനാണ്. അത് വന്നത് തന്നെ വിളിച്ചുകൊണ്ട് പോവാൻ കൂടിയാണെന്ന് കൂടി പറഞ്ഞു, മരണത്തിലേക്ക്. അത് കേട്ടപ്പോൾ അവർ പിന്നെയും ഞെട്ടി. അവർ കരയാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ഭയവുമില്ലായിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ ജപിക്കാൻ പോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ പാമ്പ് കടിച്ച ഒരാൾ അവിടേക്ക് വരുമെന്ന്. അവരോട് വിഷമിക്കണ്ട എന്ന് പറയൂ, താൻ അവിടെ സമയത്തിന് തന്നെ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ പ്രാർത്ഥന തുടരാനായിട്ട് തിരിച്ചുപോയി. തൻ്റെ ആങ്ങള പറയുന്നത് കേട്ട് അവർ മടങ്ങി തറവാട്ടിലേക്ക് പോയി. കുറേ സമയം കഴിഞ്ഞ് അവരുടെ ആങ്ങള പ്രവചിച്ച പോലെ തന്നെ അതേ സമയത്ത് കുറേ ആൾക്കാരവിടെ ഒരാളെയും എടുത്തുകൊണ്ട് വരുന്നു. അവർ അവരോട് പറഞ്ഞു, മൂർഖൻ കടിച്ചതാണ് എന്ന്, രക്ഷിക്കണമെന്ന്. അവർ അവരോട് പറഞ്ഞു അവിടെ ഇരിക്കാൻ. തൻ്റെ ആങ്ങള ജപത്തിലാണ്, ഇപ്പോൾ വരുമെന്ന്. അദ്ദേഹം പാമ്പ് കടിയേറ്റ ആളെ അവിടെ വരാന്തയിൽ കിടത്തി. അപ്പോൾ തന്നെ അവരുടെ ആങ്ങള അങ്ങോട്ടേക്ക് കയറി വന്നു. അദ്ദേഹം ഒന്നും കൂടി ജപിച്ചുകൊണ്ട് പാമ്പ് കടിയേറ്റ ആളുടെ കാലിൽ ഒന്ന് തടവി. അത്ഭുതമെന്ന് പറയട്ടെ, അയാൾ ഉടൻ തന്നെ എണീച്ചു. മന്ത്രസിദ്ധിയുടെ ബലം, അല്ലാതെ എന്തു പറയാൻ. അവിടെ നിന്നിരുന്ന ആളുകളെല്ലാം അവരോട് നന്ദി പറഞ്ഞു പാമ്പ് കടിയേറ്റ ആളെയും കൊണ്ട് അവിടെ നിന്നും മടങ്ങി.
അപ്പോൾ പെട്ടെന്ന് ആങ്ങള പെങ്ങളോട് പറഞ്ഞു, ഞാൻ കുമാരന് മന്ത്രസിദ്ധി പകരാൻ പോവുകയാണെന്ന്. കുമാരന് മന്ത്രോപദേശം കൊടുക്കാൻ പോവുകയാണെന്ന് അവരുടെ ആങ്ങള പറഞ്ഞപ്പോൾ അവർ അത്ഭുതത്തോടെ തിരിച്ചു ചോദിച്ചു, എന്ത്, കുമാരന് മന്ത്രോപദേശം കൊടുക്കുകയോ? അതെ, കുമാരൻ അവരുടെ സ്വന്തം മകൻ തന്നെയാണ്. പക്ഷേ അവർക്ക് അവനിൽ ഒരു വിശ്വാസവുമില്ല. അപ്പോൾ അവരുടെ ആങ്ങള അവരോട് പറഞ്ഞു, അതെ, കുമാരൻ്റെ ദുസ്വഭാവമെല്ലാം മാറും. പുത്തൂർ തറവാടിൻ്റെ നല്ലതിന് അതാണ് വേണ്ടതെന്ന്. അവരുടെ തറവാടിൻ്റെ പേരാണത്. അത് കേട്ടപ്പോൾ അവരുടെ മുഖത്ത് ആകെ ആകാംക്ഷയായിരുന്നു. അത് കണ്ടുകൊണ്ട് അവരുടെ ജ്യേഷ്ഠൻ അവരോട് പറഞ്ഞു, നീ പേടിക്കണ്ട, കുമാരൻ എന്നെക്കാട്ടി വലിയ മാന്ത്രിക സിദ്ധിയുള്ള ആളായി മാറുമെന്ന്. അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ കഥാനായകനെയാണ്, കുമാരൻ. നമുക്ക് കാണാൻ പറ്റുന്നത് കുമാരൻ ഒരു യുവതിയുടെ കൂടെ രമിക്കുന്നതാണ്. അത് കഴിഞ്ഞ് അവളോട് യാത്ര പറഞ്ഞ് തൻ്റെ മുണ്ട് മുറുക്കി കുത്തി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. അവിടെ നിന്നും പുറത്തിറങ്ങുമ്പോൾ അയാൾ തൻ്റെ ഒരു കൂട്ടുകാരനെ അവിടെ ഇരിക്കുന്നത് കാണാം. അയാൾ കുമാരനെ ഒരു പുക വലിക്കാനായിട്ട് വിളിച്ചു. അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഒരു പുകയെല്ലാം വലിച്ചിട്ട് കുമാരൻ തൻ്റെ കൂട്ടുകാരനോടും ആ സുന്ദരിയായ യുവതിയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് കുമാരൻ നേരെ തൻ്റെ തറവാട്ടിലോട്ടാണ് പോയത്. അവിടെ ഉണ്ടായിരുന്ന ഒരു സർവൻ്റ്, ഒരു ദാസപ്പെണ്ണിനോട് എല്ലാവരും ഉറങ്ങിയോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഇല്ല, കുമാരൻ്റെ അമ്മയും. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, കുമാരൻ്റെ അമ്മയും അമ്മാവനും ഉറങ്ങിയിട്ടില്ല, കുമാരനെയും കാത്ത് അവിടെ ഇരിക്കുകയാണെന്ന്. അപ്പോൾ കുമാരൻ്റെ അമ്മാവൻ കുമാരാന്ന് ഉറക്കെ വിളിക്കുന്ന ശബ്ദം കുമാരൻ കേട്ടു. കുമാരൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ കുമാരൻ്റെ അമ്മാവൻ കുമാരനോട് പറഞ്ഞു, കിഴക്കേ കുളത്തിൽ പോയി മുങ്ങിക്കുളിച്ചിട്ട് നിലവറയിലോട്ട് വരാൻ. കുമാരന് അദ്ദേഹം മന്ത്രസിദ്ധിയ ഉപദേശിച്ചു കൊടുക്കാൻ പോകുന്നു. അത് കേട്ട് കുമാരൻ ഞെട്ടലോടെ തൻ്റെ അമ്മാവനെ നോക്കി. എന്നിട്ട് ഒന്നും പറയാതെ കുമാരൻ തിരിഞ്ഞ് അമ്പലക്കുളത്തിൽ കുളിക്കുവാൻ പോയി. അപ്പോൾ കുമാരൻ്റെ അമ്മ അവനെ വിളിച്ചു, കുമാരാ, എന്നിട്ട് പറഞ്ഞു, നിൻ്റെ അമ്മാവൻ നിനക്ക് മന്ത്രസിദ്ധിയ കൈമാറുവാൻ പോവുകയാണ്. നീ തറവാട്ടിലെ അടുത്ത മാന്ത്രികനാകുവാൻ പോവുകയാണ്. എനിക്ക് നിന്നോട് കുറച്ച് ഗുണോപദേശിക്കാനുണ്ട്. അമ്മ കുമാരനോട് പറഞ്ഞു, നിൻ്റെ സ്വഭാവമെല്ലാം മാറ്റി നീ നല്ലവനും ഭക്തനുമായി ജീവിക്കണം. നമ്മുടെ തറവാടിൻ്റെ പാരമ്പര്യം നീ കാത്തു സൂക്ഷിക്കണമെന്ന്. അത് കേട്ടിട്ട് ഒന്നും പറയാതെ കുമാരൻ തിരിഞ്ഞു നടന്നു. അപ്പോൾ അദ്ദേഹം ഓർക്കുകയായിരുന്നു തൻ്റെ കഴിഞ്ഞ കാലം, തൻ്റെ സുവർണകാലം. താൻ കൂട്ടുകാരോടുമായി മദ്യപിച്ചും പുകവലിച്ചും പെണ്ണുപിടിച്ചും സന്തോഷത്തോടെ കഴിഞ്ഞ കാലം, അതൊക്കെ പോകാൻ പോവുകയാണോ എന്ന്. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞത് അവൻ്റെ മനസ്സിൽ തട്ടി. മാന്ത്രികന് വേണ്ടത് ബ്രഹ്മചര്യമാണ്. അതൊക്കെ ആലോചിച്ചുകൊണ്ട് കുമാരൻ കുളിക്കടവിലേക്ക് നടന്നു കുളിക്കുവാനായിട്ട്. അങ്ങനെ കുളി കഴിഞ്ഞ് ശുദ്ധമായി കുമാരൻ നിലവറയിലോട്ട് നടന്നു നീങ്ങി. അവിടെ എത്തിയപ്പോൾ കുമാരൻ്റെ അമ്മാവൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിലവറയടച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോകുവാൻ. എന്നിട്ട് കുമാരൻ്റെ അമ്മാവൻ കുമാരനോട് പറഞ്ഞു, അവിടെ താഴെ ഇരിക്കുന്ന കിണ്ടിയെടുത്ത് ഇടത് കൈയിലും
ഭസ്മമെടുത്ത് വലത് കൈയിലും വയ്ക്കുക. എന്നിട്ട് അദ്ദേഹം കുമാരനോട് അദ്ദേഹം നിൽക്കുന്നത് പോലെ ഒരു യോഗാസന മുറയിലുള്ള പൊസിഷനിൽ നിൽക്കുവാൻ ഉപദേശിച്ചു. എന്നിട്ട് ഗരുഡ സേവയ്ക്കുള്ള മൂലമന്ത്രം അദ്ദേഹം കുമാരന് കൈമാറി. ആ യോഗാസന മുറയിലുള്ള പൊസിഷനിൽ നിൽക്കുവാനും ആ മന്ത്രങ്ങൾ ഉപദേശിച്ച് കിട്ടിയ മന്ത്രങ്ങൾ തിരിച്ചുരുവിടുവാനും കുമാരൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നാലും അതെല്ലാം സഹിച്ച് അദ്ദേഹം മുന്നോട്ട് തന്നെ പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയും പുറത്ത് അദ്ദേഹത്തിനായി പ്രാർത്ഥനയുമായി കഴിയുകയാണ്. മന്ത്രോപദേശം കഴിഞ്ഞ് കുമാരൻ്റെ അമ്മാവൻ കുമാരനോട് ഉപദേശിച്ചു. അമ്മാവൻ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞ് 41 ദിവസം കഴിഞ്ഞ് നീ കൊട്ടാരത്തിലേക്ക് പോകണം. അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഉടവാളെടുക്കണം. ആ ഉടവാളെടുത്ത് ഗരുഡദേവനെയും മറ്റു മൂർത്തികളെയും ധ്യാനിക്കുവാനും ഉപദേശിച്ചു. അതുമാത്രമല്ല, അവിടെയുള്ള താലിയോല ഗ്രന്ഥങ്ങളും കരുതലോടെ എടുക്കുവാൻ ഉപദേശിച്ചു. ആ താളിയോല ഗ്രന്ഥങ്ങളിൽ രഹസ്യ മന്ത്രങ്ങളുണ്ട്. അത് വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തു. അതിനുശേഷം അമ്മാവൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് പഠിച്ച ശേഷം അത് തിരിച്ച് അവിടെ കൊണ്ടുവയ്ക്കണം. അതിനുശേഷം അറപ്പുര തുറക്കുവാൻ പാടുള്ളതേയില്ല. കുമാരൻ്റെ പിൻഗാമിക്ക് മാത്രമേ അതിനുള്ള അവകാശം പിന്നെയുള്ളൂ എന്ന് അമ്മാവൻ ഉപദേശിച്ചു. പിന്നീട് അമ്മാവൻ പറഞ്ഞു, മരണം കുമാരൻ എപ്പോൾ കാണുന്നുവോ അപ്പോൾ തന്നെ പിൻഗാമിയെ കണ്ടുപിടിച്ച് മന്ത്രോപദേശം പിൻഗാമിക്ക് കൊടുക്കണമെന്ന്. അതിനുശേഷം അമ്മാവൻ കുമാരനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഈ നിലവറയുടെ കാവൽക്കാരനാണ് ഒരു സർപ്പമുണ്ട്. ആ മഹാസർപ്പത്തെ മാന്ത്രികന് മാത്രമേ കാണാൻ പറ്റുമെന്ന്. അതിനുശേഷം അമ്മാവൻ അവരുടെ തറവാട്ടിലെ മാന്ത്രികൻ്റെ ആഭരണങ്ങൾ കുമാരനെ അണിയിച്ചു. കുമാരൻ അമ്മാവൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി. വൈകാതെ തന്നെ അമ്മാവൻ മരണക്കിടക്കയിൽ കിടക്കുകയായി. അവിടെ കിടന്നുകൊണ്ട് അമ്മാവൻ കുമാരനെ ഉപദേശിച്ചു. അമ്മാവൻ കുമാരനോട് പറഞ്ഞു, നിലവറയുടെ മുന്നിൽ പോയി ഗരുഡജ്ഞാനം ആരംഭിക്കുവാൻ. കുമാരൻ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് അമ്മാവൻ അവിടെ കിടന്നു. അപ്പോൾ തന്നെ അവിടെ ഒരു കൃഷ്ണപ്പരുന്ത് പറന്നു വന്നു. അപ്പോൾ അമ്മാവൻ തൻ്റെ സഹോദരിയോട് പറഞ്ഞു, തന്നെ കൊണ്ടുപോകാൻ ദാ കൃഷ്ണപ്പരുന്ത് വരുന്നു എന്ന്. ശേഷം അദ്ദേഹം മരണപ്പെട്ടു. തറവാട്ടിലെ അടുത്ത മാന്ത്രികനായി കുമാരൻ മാറിക്കഴിഞ്ഞു അപ്പോഴേക്കും.